ഒരുപാട് കിടക്കകളുള്ള വൻകിട ആശുപത്രികൾ നിറഞ്ഞ നഗരമാണ് തിരുവനന്തപുരം. സർക്കാർ ആശുപത്രികളുടെ ദുരിതങ്ങൾ പലതവണ കണ്ടുകഴിഞ്ഞു. എന്താണ് സ്വകാര്യ ആശുപത്രികളിലെ അവസ്ഥ? പണമുണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കാമെന്ന ഉറപ്പ് ഈ നഗരം നൽകുന്നുണ്ടോ? ഡെങ്കുപ്പനി ഉള്ള ഒരാൾക്ക് കിടക്ക കിട്ടുമോ എന്ന് അന്വേഷിച്ചാണ് നഗരത്തിലെ ഏറ്റവും പ്രമുഖമായ 6 സ്വകാര്യ ആശുപത്രികളിൽ ഞങ്ങൾ എത്തിയത്. ആദ്യ ആശുപത്രിയിൽ നിന്ന് കിട്ടിയ മറുപടി തന്നെ ഇങ്ങനെ: ബെഡ് ഒഴിവുണ്ടോ? അന്വേഷണം അവസാനിപ്പിക്കാതെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോയി. മറുപടി ഇതാണ്: റൂമുണ്ടോ? ഇല്ല അല്ലേ, കുറെ ഒഴിഞ്ഞു പോകാനുണ്ടോ? മെഡിക്കൽ കോളേജിന് സമീപത്തെ വൻകിട ആശുപത്രിയിലും സ്ഥിതി വിപരീതമായില്ല. തലസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവർ പോലും ആശ്രയിക്കുന്ന ഒരുപാട് കിടക്കകളുള്ള ആശുപത്രിയിലും സ്ഥിതി വ്യത്യസ്തമായില്ല. ICUവിലും കാഷ്വാലിറ്റിയിലും വരെ അഡ്മിഷൻ ഇല്ലെന്നുകൂടി അവർ പറയുന്നു. റൂം അവൈലബിൾ ആണോ? അല്ല, ഇവിടെ ഇല്ല. പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇല്ല അല്ലേ, അഡ്മിഷൻ എടുക്കുന്നില്ല. അതായത് പണം കടം വാങ്ങിയെങ്കിലും ജീവൻ രക്ഷിക്കണമെന്ന് കരുതിയാൽ അത് നടക്കാത്ത സ്ഥിതിയാണ് തലസ്ഥാനത്തെന്ന് വ്യക്തം. സാധാരണഗതിയിൽ 100 പേഷ്യൻ്റ് വരുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ എമർജൻസിയിൽ ഇപ്പോൾ മോർ ദാൻ 200 പേഷ്യൻസ് ആണ് പെർ ഡേ വരുന്നത്. കഴിയുന്നതും ഒരു ക്രിട്ടിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോകുന്ന നിലയിലുള്ള പേഷ്യൻസിനെ മാക്സിമം ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുകയാണ്. അതായത് ഇപ്പം 10 ബെഡുള്ള സ്ഥലത്ത് നമ്മൾ 2 ബെഡെങ്കിലും എങ്ങനെയെങ്കിലും എക്സ്ട്രാ ഇട്ടിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. എല്ലാ കൊല്ലത്തെയും പനി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഡോക്ടർമാരുടെ സംഘടന. അവരും ഇത്തവണ ഇതാദ്യമായി ആരോഗ്യ അടിയന്തരാവസ്ഥ വേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഹോസ്പിറ്റൽ ഫണ്ട് ഉപയോഗിച്ച് പുതിയ സ്റ്റാഫിനെ നിയമിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രത്യേക ഫണ്ട് ഗവൺമെൻറ് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്കൊരു ഡിസാസ്റ്റർ ഒരു രീതിയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ട് എടുത്തുകൊണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു ഒരു എമർജൻസി മാനേജ്മെൻറ്റിന് വേണ്ടി കൂടുതൽ ഡോക്ടർമാരെയും സ്റ്റാഫിനെയും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ എക്വിപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാമെന്നർത്ഥം. കൃത്യമായ പരിചരണമുണ്ടെങ്കിൽ പനിമരണങ്ങൾ ഒഴിവാക്കാമെന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അത് രോഗികൾക്ക് കൂടുതൽ ഗുണമാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തീരുമാനിക്കേണ്ടത് ആരോഗ്യ വകുപ്പാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, തിരുവനന്തപുരം.